ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയല്ലോ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയല്ലോ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 55 അതിൻ്റെ 3 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ, എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതെ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. സങ്കീർത്തന ഭാഗം തുടക്കം മുതൽ ശത്രു നിമിത്തം അനുഭവിക്കുന്ന ദുഃഖത്തെയാണ് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അവരെൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. എന്താ ദൈവമക്കള്, തുടർന്ന് ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം, അങ്ങനെ തുടർച്ചയായിട്ട് ഓരോ പ്രശ്നങ്ങളും ഓരോരുത്തർ നിമിത്തം ഓരോ വിധത്തിലും ഉണ്ടാകുമ്പോൾ അനുഭവിക്കുന്നയാൾ ഏറെ മനസ്സ് ഭാരപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിലും തൻ്റെ മനസ്സിൻ്റെ വേദന അറിയുന്നൊരു ദൈവം കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഏത് ദൈവ പൈതലും സങ്കടങ്ങൾ പറയും കർത്താവിൻ്റെ മുമ്പിൽ, കേൾക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വിളിക്കുന്ന ദൈവം ജീവിക്കുന്നെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഇതൊരു വലിയ സങ്കടമാണ് അവിടെ അറിയിക്കുന്നത്. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു പറഞ്ഞ് ഉറുതിയില്ലാതെ സമാധാനം കൊടുക്കാതെ എപ്പോഴും തുടർച്ചയായിട്ട് തുടർന്ന് ഓരോ പ്രശ്നങ്ങൾ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ട് പിന്നാലെ സമാധാനം കൊടുക്കാതെ കടന്നു ചെല്ലുന്നൊരവസ്ഥ. ദാവീദ് രാജാവ് ദൈവമക്കളെ ദൈവത്തോട് അപേക്ഷിക്കുവാൻ കാരണം തൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞത് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, തൻ്റെ അഭിഷക്തൻ ശൗൽ രാജാവ് തന്നെ ദാവീദ് രാജാവിനെതിരായിട്ട് ഇതുപോലെ ശത്രുത ഉണ്ടാക്കുമ്പോൾ അത് നിമിത്തം ആ കൂട്ടത്തിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുടെ ആരവവും ദൂഷണ വാക്കുകളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുടെ നടുവിൽ ഒരു വിഷയം തീർത്ത് പോകാൻ പറ്റത്തില്ല, അടുത്ത വിഷയത്തിലേക്ക് വരുന്നു. ഒരു പ്രദേശത്ത് നിന്ന് നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, അടുത്ത പ്രദേശത്തിലേക്ക് പോകേണ്ടി വരുന്നു. കാടുകളിലും ഗുഹകളിലും ഒക്കെ പാർക്കേണ്ട സാഹചര്യങ്ങൾ ഒക്കെ ദൈവമക്കളെ യഹോവയുടെ അഭിഷക്തനെ ഉള്ളിൽ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് യഹോവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ശത്രുക്കൾ നിമിത്തം ഉണ്ടാകുന്ന അനുഭവങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നൊരു കാര്യമാണ്. അവർക്കിങ്ങനെ ശത്രു എപ്പോഴും മറ്റൊരാളുടെ വീഴ്ച കാണാൻ കുതിക്കുന്നവരാണ്. എങ്ങനെയും എവിടെയും വേദനിപ്പിച്ച് വീഴിപ്പിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അവർ എഴുന്നേക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ വാക്കുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ നിന്ന, അവരുടെ പരിഹാസങ്ങൾ, അവർ നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു എന്ന് ദാവീദ് രാജാവ് ഇവിടെ പറയുന്നു. ആമേൻ. ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. ഒരു ദൈവ പൈതലെ ദൈവസന്നിധി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ പറയട്ടെ, ദൈവമക്കളെ, പരാജയപ്പെട്ടു പോകാതെ ലോകത്തെ ജയിച്ച ദൈവം നമ്മുടെ കൂടെയാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയാണ്. നമ്മളെ ഏൽപ്പിച്ചത് ചെയ്യാം. തളർന്നു പോകാതെ, പതറിപ്പോകാതെ, ഇപ്പോൾ തന്നെ മനസ്സിനെ അലട്ടുന്ന എല്ലാ ഭാരവും ഭയവും അതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം ഒന്ന് മുഴങ്കാൽ മടക്കിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിൻ്റെ വേദന, പരിഭ്രമം, ആ ഉള്ളിനകത്തെ ആ നീറ്റലെ വേദന ഇതെല്ലാം ഒന്ന് കർത്താവിൻ്റെ മുമ്പിലേക്ക് നിറക്കിയെന്ന് വെച്ച് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയാൽ പിന്നെ ദൈവമക്കളെ മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽക്കുന്നത് ആത്മബലത്തോട് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോഴും ഓർത്തോണം, മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ കാരണം എന്താണ്? എഴുന്നേറ്റ് വരുമ്പോഴും ദൈവമക്കളെ ഈ പ്രശ്നങ്ങളെ നമ്മളെ അലട്ടാം. പക്ഷേ ഒന്നോർക്കണം, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം കൂടെയുണ്ട്. നമ്മുടെ
കണ്ണ് അവങ്കലേക്ക് മാത്രമായിരിക്കട്ടെ. അവങ്കലേക്ക് നോക്കിയൊരാരും ഒരു നാൾ ലജ്ജിച്ചു പോയിട്ടില്ല. ആമേ സ്തോത്രം. ആത്മധൈര്യത്തോടെ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇവിടെ ദാവീദ് രാജാവ് പറയുന്ന, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞുവെന്ന്. ഇതേപോലുള്ള അനുഭവങ്ങളല്ലേ ചിലപ്പോൾ ചിലരുടെ മനസ്സിൽ, പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ദൂരത്തേക്ക് പറന്ന് പോകാമായിരുന്നു, വിശ്രമിക്കാമായിരുന്നു, അല്പ സൗകര്യത്തിന് വേണ്ടി, അല്പ സമാധാനത്തിന് വേണ്ടി ഇതിനകത്തു നിന്ന് ഓടി രക്ഷപ്പെടാമായിരുന്നു ആഗ്രഹിക്കുന്ന എത്ര പേരിന്ന് കാണും. ചിലപ്പോൾ നമുക്കറിയാം ദൈവമക്കളെ, മക്കളെ ഭയപ്പെട്ട് കഴിയുന്ന മാതാപിതാക്കൾ കാണുകയല്ലേ. മാതാപിതാക്കളെ ഭയപ്പെട്ട് കഴിയുന്ന മക്കൾ ഇതിനകത്തില്ലേ. അതേപോലെ കാത്തു സൂക്ഷിക്കേണ്ടവർ, കരുതേണ്ടവർ, കരങ്ങൾക്ക് കീഴിൽ ഒതുക്കി നിർത്തി ചേർത്ത് നിർത്തേണ്ടവർ ശത്രുവായിട്ട് നിൽക്കുന്നൊരവസ്ഥയൊക്കെ ഒന്ന് വന്നാൽ ഇതൊക്കെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ്. എന്നാൽ നീ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ഈ ശുശ്രൂഷ കൂടുമ്പോൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ മുമ്പ് നോക്കിക്കൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വേദനകൾ ഇതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ച് നമ്മളെ ആ ചിറകിൻ മറവിൽ മറയ്ക്കും ദൈവമക്കളെ. കൈവിട്ടിട്ട് പോകത്തില്ല. കഷ്ടതയുടെ നടുവിൽ ജീവിപ്പിക്കുന്നൊരു ദൈവം, കഷ്ടതയുടെ നടുവിലൂടെ കഷ്ടങ്ങളിലും നമുക്ക് തുണയായിരിക്കുന്ന ദൈവം. ആമേ സ്തോത്ര. കഷ്ടത കടന്നു വരുമ്പോൾ ദൈവമക്കളെ കരം വിട്ടു കളയാതെ ചേർത്ത് ആ കരത്തിൽ നമ്മളെ പിടിച്ചുകൊണ്ട് ആ കഷ്ടതയുടെ നടുവിലൂടെ കരം പിടിച്ച് നമ്മളെ നടത്തി സമാധാനത്തിലേക്ക് എത്തിക്കുന്ന ഈ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടാവട്ടെ. സ്തോത്രം. വചനം കേൾക്കുന്നത് പോലെ, അതേ ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില സമൃദ്ധി, സമ്പത്ത്, ഒരുപാട് മുതലുകൾ ഇതൊന്നും വേണ്ടായിരുന്നു. എവിടെയെങ്കിലും പോയി ഒരല്പ സമാധാനം അത് കണ്ടെത്തിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടാവും. ദൈവമക്കളെ, സഹിക്കാനും ക്ഷമിക്കാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ലോകത്ത് എന്തെല്ലാം നേടിയാലും ദൈവം തന്നതല്ലാതെ നമുക്കൊന്നുമില്ല ദൈവമക്കളെ. ദൈവം തന്നതെല്ലാം ദൈവം നമ്മളെ കാത്തു സൂക്ഷിച്ചുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹത്തിന് വില കൊടുത്തുകൊണ്ട്, അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന് നമ്മളെ കരം പിടിച്ച് നടത്തും. എന്നാലും ഓർക്കണം ദൈവമക്കളെ, സ്തോത്രം, വാഗ്ദത്ത ദേശത്തേക്ക് ദൈവജനത്തെ കൊണ്ടുവരുമ്പോൾ മിസ്രൈമിൽ അനുഭവിച്ചതിനേക്കാൾ ഒരുപക്ഷെ ഒരുപാട് സങ്കടങ്ങൾ അവരനുഭവിച്ചാണ് വരുന്നത്. പല വിധത്തിലുള്ള അനുഭവങ്ങളുണ്ട്. ഒരിടത്ത് വന്ന് നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്നത്. സ്തോത്രം. അത് പറയുമ്പോൾ ദൈവമക്കളെ, ഏതൊരു മനുഷ്യൻ്റെ അവസാന അനുഭവങ്ങളാണതൊക്കെ. വാഗ്ദത്ത ദേശത്തിലേക്ക് വരുമ്പോഴും ഏതെല്ലാം വിധത്തിലുള്ള കഷ്ടങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്. ദൈവമക്കളെ, നമ്മളെ എത്തേണ്ട സ്ഥലത്ത് നമ്മളെ എത്തിക്കുന്ന ദൈവം കൂടെയാണ്. ഇതെല്ലാ കഷ്ടങ്ങളിലൂടെ നടുവിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴും ഒന്ന് ഓർത്തുകൊള്ളുക, പട്ടുമത്തയല്ല ക്രിസ്തീയ ജീവിതം. ഒരു പാട്ടിൻ്റെ വരി ഞാൻ ഈ സമയത്ത് ഓർത്തുപോയി. എത്ര മനോഹരമായൊരുത്ത്. അതേ ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം എന്ന് പറഞ്ഞ് നമ്മൾ പാട്ട് പാടുന്നുണ്ട്. അതെ, ഇത് സൗഭാഗ്യ ജീവിതം തന്നെയാണ്. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായവനെ കണ്ടുകൊണ്ടുള്ള യാത്ര. ആമേൻ. അത് ഏറ്റവും അനുഗ്രഹം തന്നെയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ്. ക്രിസ്തുവിനോടുള്ള ആ സ്നേഹബന്ധത്തിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ, ഈ കഷ്ടതയുടെ നടുവിൽ ഉള്ളംകരങ്ങളിൽ വഹിക്കുന്ന ദൈവത്തെ അനുഭവിക്കാൻ ദൈവടയാക്കുന്നുണ്ടല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ. എൻ്റെ കർത്താവേ, ശത്രു നിമിത്തം കഷ്ടങ്ങൾ അനുഭവിക്കുന്ന എത്ര മക്കൾ ഇതിനകത്തുണ്ട് കർത്താവേ. സ്വന്തം ഭവനത്തിലാണെങ്കിൽ പോലും, വേണ്ടപ്പെട്ടവരുടെ നടുവിലാണെങ്കിലും ഒരല്പ സമാധാനത്തിന് വേണ്ടി കർത്താവെ കൊതിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ടാവും പിതാവേ. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുക. പരസ്പരം എല്ലാവരെയും ഒന്ന് ഓർത്തുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ക്ഷമിക്കാൻ, സഹിക്കാൻ, പൊറുക്കാൻ എല്ലാവരെയും ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവത്തെങ്കിലേക്ക് നോക്കുന്ന മക്കൾക്ക് സഹിക്കാനാവും പിതാവേ. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടമേറ്റുന്ന ദൈവത്തെ ഒരു നിമിഷം ഓർക്കുമ്പോൾ എൻ്റെ കർത്താവേ, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത സാരമില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് കഷ്ടങ്ങളിൽ അടുത്ത് തുണയായി നിൽക്കുന്ന എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സങ്കടം വരുമ്പോഴും കണ്ണുനീർത്തുള്ളി നിലത്തേക്ക് വീഴുമ്പോഴും തളർന്നു പോകുന്ന വേദന കൊണ്ട് മനസ്സ് നിറയുമ്പോഴും മനസ്സ് പിടയുമ്പോഴും കർത്താവേ, നെഞ്ചിൻ്റെ വേദന അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ
സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കൾ എൻ്റെ കർത്താവിൻ്റെ മഹത്വം കാണുമല്ലപ്പാ. യേശുവേ സ്തോത്രം. എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും എല്ലാവരെയും ദൈവം അവിടുന്ന് മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം കർത്താവേ, നിൻ്റെ മക്കൾ അനുഭവിക്കുന്ന കണ്ണുനീര് ദൈവം കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സമാധാനത്തോടെ ഒരു നല്ല വാക്കിന് വേണ്ടി കൊതിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാവും കർത്താവേ. ഒരു കൈത്താങ്ങല്, സ്നേഹത്തോടൊരു നോട്ടം ഒക്കെ ആഗ്രഹിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാവും പിതാവേ. എനിക്ക് വേണ്ടപ്പെട്ടവരുടെ എല്ലാവരുടെ മുമ്പിൽ ഒറ്റപ്പെട്ടും മനസ്സ് ഭാരപ്പെട്ടും തളർന്നും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കടന്നു പോകുമ്പോഴും പ്രത്യാശയോടുകൂടി എൻ്റെ കർത്താവിൻ്റെ തിരുസന്നിധി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആത്മാവി ബലപ്പെടുത്തിക്കൊണ്ട് കർത്താവ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവ്. ലജ്ജ കൂടാതെ എൻ്റെ യേശു എനിക്ക് മതിയായവനെന്ന് സാക്ഷി പറയുവാൻ എൻ്റെ മക്കളെ സഹായിക്കണേ. ആത്മാവി ബലം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവ് എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ എൻ്റെ കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം നിൻ്റെ മക്കളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഭവനമായിട്ട് ദൈവം അനുഗ്രഹിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.